ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ. ഇന്നൊരു ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോളമൻ ഷോയിൽ എത്തിയിട്ടുള്ളത്. ഗാനം വളരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ഗാനവും വളരെ അർത്ഥവും വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനവുമാണ്. ആ ഗാനം ഞാൻ ആദ്യം പാടുന്നു. അതിനെക്കുറിച്ച് വിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ചാക്യാര്, നമ്മൾ ചാക്യാരെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഈ റേഡിയോ മാംഗോ അതുപോലെയുള്ള FM റേഡിയോയിലൊക്കെ ഒരു ചാക്യാര് വരാറുണ്ട്. ഒരു പ്രത്യേക ശബ്ദത്തിൽ കൂടിയാണ് ചാക്യാര് വരുന്നത്. ഓരോ 2 വരി കഴിയുമ്പോഴും അതിനെക്കുറിച്ച് ചാക്യാരുടെ രീതിയിൽ ആ വരികളെ അദ്ദേഹം ഹാസ്യാത്മക രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഞാൻ തന്നെ നിങ്ങളുടെ സ്വന്തം സോളമൻ, അഡാട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഗാനം ആലപിക്കുന്നു. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിച്ചു ചെന്നാകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ഈ ഗാനം ചാക്യാരുടെ ഭാവനയിൽ ചാക്യാര് ആലപിച്ച് ഒരു ഹാസ്യാത്മക രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ഹേയ്, എന്താ ഈ പറയണേ? ആലായാൽ തറ വേണം. തറ എന്ന് പറയുമ്പോൾ തറ പറ അല്ലെങ്കിൽ കൂതറ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം അമ്പലമുള്ളോ. ഹേയ്, എന്താ ഈ പറയണേ? ചാക്യാർക്ക് എന്തും പറയാന്നില്ല കേട്ടോ. കാരണം ചാക്യാർ അങ്ങനെയുള്ള ആളല്ല. പിന്നെ അടുത്തൊരു അമ്പലം വേണം, ഒരു ടെമ്പിള് വേണം. അതായത് ഈ കാലത്തൊക്കെ ഈ കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ എന്നൊക്കെ കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് കാലത്ത് ഒരു വെടി പൊട്ടുമ്പോൾ എണീറ്റിട്ട് അങ്ങോട്ട് ചൂലൊക്കെ എടുത്തിട്ട് അടിച്ചു പോരാനൊക്കെ പറ്റണ ഒരു സമയമാണ് പുലർക്കാലം. ഹൈ ഹൈ, അപ്പോൾ അമ്പലം നല്ലത് തന്നെയാണ്. ആലിനു ചേർന്നൊരു കുളവും വേണം. ഹേയ്, എന്താ പറയണേ? കുളം വേണമെന്ന് പറയുമ്പോൾ കൊള്ളായി എന്ന് പറയണ പോലെ നാശായി എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഒരു കൊള്ളം നല്ല തന്നെയാ. കാരണം കുളിച്ചിട്ട് ശുഭ്രവസ്ത്രധാരിയായിട്ട് അമ്പലത്തിലേക്കാണ് പോവാം. മനസ്സിലായില്ല? മനസ്സ് ശുദ്ധാക്കുക, കുളിക്കുമ്പോൾ ശരീരം അങ്ങോട്ട് ശുദ്ധാക്കുക. അപ്പോൾ ചാക്യാർ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇനി അടുത്ത വരി അങ്ങോട്ട് മൂള.